Hello மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர், வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1 பார்த்திருப்பீங்கன்னு நினைக்கிறேன். பார்க்கல, நான் டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். തട്ടോട്ട പെൺകുട്ടീനെ ഒരുപാട് അങ്ങോട്ട് സൂം ചെയ്യണ്ട. നീ ഏത് ചാനലേ? അങ്ങനൊന്നുമില്ല. ആഹാ, നിങ്ങന്ന് എന്തൊരു തലയിൽ എന്തോ തേക്കുന്നുണ്ട്. വല്ല കാച്ചിയെ വിളിച്ചെന്നായിരിക്കും. தம்மடி வாங்க போறாருன்னு நினைக்கிறேன். ரொம்ப ஜட்ஜ்மெண்டல் லுக். என்ன நைட்டு பூரா தூங்குறது இல்லையா? ஐஷா ஐஷா வா. അത് നെവാലാ? നോക്കിക്കൊണ്ടിരുന്നു പഴയ ഹിന്ദി പടത്തിലൊക്കെ കാണുന്ന പോലെ. ഓളി പിന്നെ തിരിഞ്ഞു നോക്കും. ഓൾ ഉമ്മച്ചിക്കുട്ടിയാണ്. ഉമ്മച്ചിക്കുട്ടി ഒരു നോട്ടം കിട്ടി. ഉമ്മച്ചിക്കുട്ടിനാ? നീയൊക്കെ വേറെ ജന്മം ജനിക്കണം. முஸ்லிம் கேர்ள்ஸ் போல இருக்க, அதுக்கு யூஸ் பண்ற டேர்ம். നീ എന്നാ പറഞ്ഞേ? ഓൾ ഉമ്മച്ചിക്കുട്ടിയാണ്. ഓൾ തിരിഞ്ഞു നോക്കില്ല. ഓൾ തിരിഞ്ഞു നോക്കടാ. എന്നെ തിരിഞ്ഞു നോക്കടാ. ഓൾ ഉമ്മച്ചിക്കുട്ടിയാണ്. ഞാൻ നായറാ. നീ നായരാണ്, ഞാൻ എന്ത് ചെയ്യാനാ? அதுக்கு நான் என்னடா பண்ண முடியும்? ஒரு கெத்து மூமெண்ட் இருக்கு. அப்படின்னு அவ்வளவுதான், தூக்கம் போச்சு போ. அந்த புகையில சூப்பரா இருக்காங்க பாரு, புகையை பண்ணி மேகசின் பத்தியா? தானே മഞ്ജു. മഞ്ജു അപ്പൊ ചിഞ്ചു നിഞ്ഞു വിട്ടാ? മിസ്റ്റർ നായർ, നിങ്ങൾ വിളിക്കണ ഈ പാവം സബ്സ്ക്രൈബർ എന്റെ മയ്യത്തെടുക്കണവരെ നിലവിലിടാ തെണ്ടി. ഇടഞ്ഞ് ചൂടാവല്ലേ. ഒറ്റ കാര്യം അറിയാൻ വേണ്ടി വിളിച്ചാന്ന്. എന്താ? ആ അബ്ദുൽ ഖാദറിന്റെ വീട്ടുമതില് കുപ്പിച്ചില്ലണ്ടാ? നീ എന്ത് ചെയ്യാൻ പോവാ? വിജയം പെട്ടാണ്. தம்பி உள்ள போயிடுவேன், எப்படி வெளில வருவேன்? என்ன அங்கிருந்து பார்க்கும்போது பெரிய சோறு மாதிரி இருந்தது, உள்ள வந்தா சின்னதா இருக்கு. അവൾ ഉറങ്ങിയില്ലേ? ഒക്കെ മാത്രം അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ സാറേ? ബാക്കി പറയടേ. ഐഷ ഐഷ സോറി ഐഷ, എന്നെ ഇങ്ങനെ ഒന്ന് പേടിപ്പിക്കണം ഞാൻ കരുതിയല്ല. പക്ഷെ എനിക്ക് വീട്ടിൽ നിന്നിട്ട് ഇരിക്കാൻ നിൽക്കാനോ പറ്റില്ല. ഇരിക്കുമ്പോൾ ഛർദ്ദിക്കാൻ തോന്നും, നിൽക്കുമ്പോൾ കൈയും കാര്യം മറിക്കും. സത്യം പറയാലോ, എൻ്റെ അത്ര ഭംഗിയുള്ളൊരു പെണ്ണിനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓ, എന്നെ ഇങ്ങനെ നോക്കല ഐഷ, ഞാൻ മരിച്ചു. ഓ, ഭയങ്കര ഭയങ്കര ആശ്വാസം തോന്നുന്നു. എന്താ പറയാ, ഈ 10-14 ദിവസം ഭക്ഷണം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ ചിക്കൻ എങ്ങനെയിരിക്കും? അതാണ് എൻ്റെ അവസ്ഥ. വെള്ളമില്ലാതെ, ഊണുറക്കമില്ലാതെ ഒരു 100 വർഷം ഇനി ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റും എനക്ക്. അങ്ങനൊന്നും പറ്റില്ലായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടുകാരും എൻ്റെ തലേതിന് മുമ്പ് ഞാൻ പറയാം, ഐ ലവ് യു ഐഷ. பயங்கரமான ப்ரொபோஸா இருக்கே. ഇപ്പൊ ഇങ്ങോട്ടൊന്നും പറയണ്ട, നന്നായി ആലോചിച്ച് ഒരുപാട് സമയം എടുത്ത് ഇഷ്ടാന്ന് മാത്രം പറഞ്ഞാൽ മതി. தம்பி ஓடி எங்க டவுசரோட நிக்கிறான்? இல்ல പ്രൊഫഷണൽ വാ. കണ്ടിട്ടൊന്നും ഒരു സുഖമില്ല. പിന്നെ ഇങ്ങനെ ഐഷോ 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 കാർന്ന് മോട്ടർ തോന്നുന്നു. ആ കാറ് വിട്ട് കണ്ടു. പാവം കുട്ടി, ഓൾ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു. ശരിയാ, കണ്ടിനെങ്കി ഇപ്പൊ പിടിച്ചു ഉമ്മ. ഊതണ്ട. ഓളിപ്പോ തിരിഞ്ഞു നോക്കിയില്ലേ? ഓൾ എന്നെയല്ലേ നോക്കിയത്? ആ നോട്ടത്തിൽ ഒരു ചിരി ഉണ്ടായിരുന്നില്ലേ? ഓളുടെ കണ്ണിങ്ങോട്ടൊന്ന് പറഞ്ഞില്ലേ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. കോളർന്ന് കേട്ടതാ. ഗേൾസ് ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നു. നിന്റെ ഐഷ്യന്റെ 5 അടി ശരീരത്തിൽ 5 ഇഞ്ച് ആകെ വെളി കാണുന്നേ. അല്ലെങ്കിൽ കണ്ണൊക്കെ പോയാ മൂക്കം കൊണ്ട പോയി. ഞാൻ എന്ത് പറയാനാ? Hey, excuse me. എന്താ யார் பாது? தெரியல. I've been watching you guys, okay? சரி, அதுக்கு என்னப்பா? ഇപ്പുറത്ത് വന്നേ. ഇംഗ്ലീഷ് ഞാൻ
ഈ ആയിഷാന്റെ പിന്നാലെ ഈ നടത്തണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക്. അത് പ്രശ്നാവും. എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ ഡീൽ ചെയ്തോളാം. ആരാടെ ഇരി. ഞാനീടെ ഇരുന്നോളാം. പക്ഷെ ഇംതിയാസ് അങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇംതിയാസ് ആരാ ഇംതിയാസ്? ആരാ ഇംതിയാസ്? ഇംതിയാസ് ഏഷ്യന്റെ മ്യൂസിക് ട്രൂപ്പിലെ പ്രധാന പാട്ടുകാരൻ. 4 കൊല്ലമായിട്ട് അവനോടെ പ്രേമിക്കുക. ഹീസ് ഗോണ സ്ക്രൂ യു ഗൈസ്. ഓ அதுக்கு ஆயிஷா லவ் பண்ணுவாங்க. സ്ക്രൂ. Surface tension is a property of the force and New external message. force. ടെക്സ്റ്റ് മെസ്സേജ് Surface tension force MUTA. energy per unit area. പോയാൻ പറഞ്ഞ ഒരു പാട്ടുകാരൻ ഇംതിയാസ്. ഞാനും കുറെ പാട്ടുകാരെ കണ്ടിട്ടുണ്ട്. ഇവൻ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ഈ പാട്ട് പാടുന്ന തെണ്ടികൾക്ക് സൗന്ദര്യം കൂടെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. മുൻതൂക്കം ഇന്നേക്കാളും കൂടുതൽ ഓനെന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മുസ്ലിമാണ്, പറഞ്ഞു കേട്ട് വെച്ച് കാണാൻ നല്ല മൊഞ്ചനും. പക്ഷെ അതൊന്നും പ്രശ്നടാ. Vinod, what is the surface tension of oil in water? Abdo, സാർ ക്വസ്റ്റ്യൻ ഫോർ what is the surface tension of oil in water? സാർ ഐ വാസ് ആബ്സെന്റ്. The applied force is proportional to the area. ഒരു മുൻതൂക്കമുണ്ട്. ഓ മൊഞ്ചനാണ്, പോരാത്തിന് മുസ്ലിമും. அழகாவும் இருக்கா முஸ்லிமாவும் இருக்கா. പക്ഷെ അതൊന്നും പ്രശ്നടാ. ഔട്ട്. ஓ அப்படியா? എന്താ? ലോഗിയൻസ് റോഡിൽ ചെരുപ്പട നടത്തുന്ന ജമാലിനെ നിനക്ക് അറിഞ്ഞൂടെ? ഓൻ ഇംതിയാസിനെ പറ്റി ഒരു കാര്യം എന്നോട് പറഞ്ഞു. എന്ത് കാര്യം? നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഇനി കാര്യം പറ. ഞാൻ പറയാം. നീ ടെമ്പർ തെറ്റാണ്ടിരിക്കുക. അബ്ദു ഇനി കാര്യം പറ. ഇംതിയാസ് ഓൻ 6 പാക്ക്. அப்பெல்லாம் இது பெரிய விஷயம் தானே. ஐபிஎல் காலேஜ் டைம்ஸ்ல. ഹലോ ഐഷ, അതായത് നിങ്ങളുടെ പാട്ടുകാരനില്ലേ ഇംതിയാസ്, ഓനെ കുറിച്ച് ഞാൻ നാട്ടിൽ അന്വേഷിച്ചപ്പോ വളരെ മോശം അഭിപ്രായം കേട്ടോ നാട്ടുകാർക്കൊക്കെ. വൃത്തികെട്ട പല സ്വഭാവങ്ങളുണ്ട്. മാത്രമല്ല ഈ മാസയിൽ വരിപ്പിക്കാൻ 6 പാക്ക് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് പല മയക്കുമരുന്നും ഉണ്மையுமே பேசுறாரல்ல சும்மா മാനസികമായും കുഴപ്പമായ ഒരുത്തനായിട്ട് കൂട്ട് വേണോ ഐഷ? சும்மா ரிஹர்சல் பார்த்துட்டு இருக்காரு சொல்றதுக்கு. ബാക്കി ഐഷയ്ക്ക് തീരുമാനിക്കും. ഈ നായന്മാരെ പൊതുവെ ഇങ്ങനെയാണോ? ഞാൻ മേനോനാ. ഓ അത് വേറെയാ. ഓള് തിരിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മള് ഭയങ്കര ചീപ്പെന്ന് വിചാരിക്കോ? ചീപ്പെല്ലാം തന്നെയാണ്, എന്നാലും അങ്ങനെ വിചാരിക്കാൻ പാടില്ലല്ലോ. ഒന്ന് വിളിച്ചാലോ? പെമ്പിള്ളേരോടൊന്നും അങ്ങനെ സോറി പറയാൻ പാടില്ല. ടോസ് ഇട്ട് നോക്കാം. ഒന്നുമില്ലേ? காசு வச்சு பாக்குறது கூட காசு இல்ல. ഫോണിൽ ബാലൻസ് ഉണ്ടെങ്കിൽ വിളിക്കും. വിധി പോലെ വരട്ടെ. ഹലോ സെറി, ഒന്ന് ഐഷയ്ക്ക് കൊടുക്കുവോ? വിനോദ ഇനി ഒന്ന് സമാധാനിക്കുക. സെറീൻ അറിയാലോ നമ്മളോട് വെയിറ്റ് ചെയ്യുന്നത്. ഓറൊന്നിങ്ങ് എത്തട്ടെ. ഡീസന്റ് ആയിട്ട് ഇടപെടാൻ ശ്രമിച്ചാണ് എനക്ക് പറ്റിയ തെറ്റ്. പിന്നാലെ നടന്ന് ഉപദ്രവിച്ചിട്ടൊന്നുമല്ലോ ഞാൻ. അന്ന് ബസ് ഇറങ്ങുന്ന സമയത്ത് ഓൾ എന്നെ തിരിഞ്ഞു നോക്കിയപ്പോ എനക്ക് തോന്നി ഓൾക്ക് എന്നെ ഇഷ്ടം. ഇല്ലാത്ത ആരോഗ്യം കളഞ്ഞ് മതിലും ചാടി ഓളുടെ അടുത്തെത്തിയപ്പോ ടേബിളിലാകുമ്പോ കത്തിച്ച് വെച്ച് അട്ട നോക്കിയിരിക്കുന്നു. അപ്പൊ ഞാൻ കരുതി എന്നെ ആലോചിച്ചിരിക്കാം. അപ്പൊ എനിക്ക് തോന്നി ഓൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് പിന്നെ ടേബിളിലാകുമ്പോ കത്തിച്ച് വെച്ചിരിക്കേണ്ട ആവശ്യം തോൾക്ക് വല്ല ഡിക്റ്റേറ്റീവിലും വായിച്ചിരിക്കും. ഒന്ന് ഐ ലവ് യു പറഞ്ഞതിന്റെ മറുപടി ഇന്ന് വരും നാളെ വരുന്നുണ്ടപ്പോ സ്മാർട്ട് സിറ്റി വരുന്ന പറഞ്ഞോലേ. ഓ എനിക്കൊക്കെ സുഖല്ലേ. ഒരു ഭാഗത്ത് ചിഞ്ചു, ഒരു ഭാഗത്ത് മഞ്ജു, 2 സിമ്മുള്ള ഫോണ്. ഇവിടെ ഒരു സിം കാർഡും ഒരു പെണ്ണിനോട് മാത്രം ഇഷ്ടമായിട്ട് നടക്കണമാരൊക്കെ മണ്ടന്മാര്. அப்படி சொல்லக்கூடாது. ഒരു ഇംതിയാസ് അവന്റെ അമ്മൂമ്മയുടെ 6 പാക്കും. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാടാ 6 മമ്മൂട്ടി മോഹൻലാലൊക്കെ 6 പാക്ക്. രണ്ടാഴ്ച ജിമ്മി പോയാ എനക്കും വരും 6 പാക്ക്. ഇന്നറിയണം ഓൾക്ക് എന്നെയാണോ ഓനെയാണോ വേണ്ടെന്ന്. 8:30 മണിയായി ഓള് എന്താടാ വരാത്തെ? இவனத்துக்கு எப்படியா பங்கிச்சுட்டா? கார் வருது. பிளாக் கலர் காரா? இல்ல ஒயிட் கலர் கார். இவன் தானே அது? നേരത്തെ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
ഓളോട് ചാടിക്കടിക്കാനും ദേഷ്യപ്പെടാനും എനിക്കെന്താണ് അവകാശമുള്ളത്? ഇതുവരെ എന്നോട് എന്തെങ്കിലും ഇഷ്ടമുള്ളതായിട്ട് ഓള് പറയോ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ആയിഷനെ പോലുള്ള ഒരു പെണ്ണിന്റെ പിന്നാലെ നടക്കുന്ന 100 കണക്കിന് ആമ്പിളയിൽ ഒരുത്തം മാത്രമാണ് നീ. മുസ്തഫി അബ്ദും പറഞ്ഞാണ് ശരി, നീ ഓളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പഠിപ്പിലും അറിവിലും മതത്തിലും പെരുമാറ്റത്തിലും എല്ലാം. സ്വയം തരം താഴാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. വായിൽ തോന്നുന്നൊക്കെ നിനക്ക് ഓളോട് വിളിച്ചു പറയാം. അതല്ല, മാന്യതയുടെ ഒരു അംശമെങ്കിലും ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഓളോളെ പാടിന് വിട്ടേക്ക്. ചേരാൻ അർഹതയുള്ളത് തമ്മിൽ ചേരട്ടെ. ടേണിംഗ് പോയിന്റ് ഇവർക്ക് ഇപ്പൊ ഇത്. ഐഷയോട് ഞാനൊന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചെങ്കിലും മനോജ് പറഞ്ഞത് ശരിയാന്ന് എനിക്ക് തോന്നി. നൈസ്. அவன் வரணும்னா வரட்டும், அவ்வளோதான். எதுக்கு போய் கத்திக்கிட்டு சண்டை போட்டுக்கிட்டு. അതല്ല, ஒரு பெரிய இதை சூப்பரா அவாய்ட் பண்றாருல அவரு. എൻ്റെ ബൈക്കൊന്ന് വേണം ഐഷൻ്റെ കോളേജ് വരെ പോവാൻ. വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഇഞ്ഞി പറഞ്ഞെല്ലാം ശരിയാ, ചേരാൻ അർഹതയുള്ളവർ തമ്മിലേ ചേരൂ. പക്ഷേ മനസ്സിനെടുത്ത് കളയുന്നതിന് മുമ്പ് എന്നെ കോള ഒരു പ്രാവശ്യം കൂടി കാണണം. யாரையும் போகலாமா அப்படி காலேஜ் மாத்தி மாத்தி? ഏത് സബ്ജക്റ്റ്? ഇനി എന്താവെന്ന് കണ്ടറിയാം. അത് ശരി. സംശയമൊന്നുമില്ല. എന്ത് വേണം? ആ, എനിക്ക് ഐഷേനെ ഒന്ന് കാണണം. வாயை திறக்க மாட்டேங்குது ஆயிஷா. இப்ப ஏதாவது சொல்லுமா இருக்கும். வெயிட். என்னப்பா புக்கா மாட்டி அனுப்பிட்டாங்களா? വിനോദ്, മനസ്സിൽ ആഗ്രഹിച്ചത് മുഴുവൻ മൂടിക്കെട്ടി ജീവിക്കുന്ന സ്ത്രീകളെ അടുത്തെറിഞ്ഞിട്ടുണ്ട് ഞാൻ. അങ്ങനെ ജീവിക്കാൻ പ്രയാസമാണ്. എനിക്കത് പറ്റില്ലെന്ന് തോന്നിയതുകൊണ്ടാണ് വിനോദിനോടത് പറയാൻ തീരുമാനിച്ചത്. എനിക്കിഷ്ടമാണ്. அக்செப்ட் பண்ணிட்டாங்க. ஆக்சுவலாக இது மாதிரி ஆசைப்பட்டு நிறைய பேர் கஷ்டப்படுறத நான் கண்ணு மூடி பார்க்குறேன். ஆசைப்பட்டுட்டு புடிச்சவங்க கிடைக்காம. நான் அப்படி கஷ்டப்பட விரும்பல அப்படிங்கிற மாதிரி சொல்றாங்க நினைக்கிறேன். உள்ளுக்குள்ள போட்டு புழுங்காம நான் அவனை லவ் பண்ணிக்கிறேன் அப்படின்னு. இப்போ என்னமோ வைக்கிறாங்கப்பா வண்டியில. ஓடுறா ஓடுறா ஓடுறா. കളങ്ങളിൽ അക്ഷരങ്ങൾ ഓ ഒളിപ്പിച്ചപ്പോൾ, ഓഡിറ്റോറിയത്തിൽ വെച്ച് തട്ടമിടാൻ പറഞ്ഞപ്പോൾ, സംസാരിക്കാൻ അറിയാതെ പകച്ചു നിന്നപ്പോൾ, ശല്യം ചെയ്തവരെ ശകാരിച്ചപ്പോഴും, മതില് ചാടി കയ്യിൽ വെച്ചിരിക്കാൻ പറയുന്നത്. പറഞ്ഞത്, അസൂയയും ദേഷ്യവും മറച്ചു വെച്ച് നല്ലവനായി അഭിനയിക്കാതിരുന്നപ്പോഴും ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ ജാതി, മതം, ജീവിതം, ചുറ്റുപാട് ഒന്നും എനിക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ എൻ്റെ ഉമ്മയ്ക്ക് ശേഷം സ്നേഹം കൊണ്ട് സ്വാധീനിച്ച മറ്റാരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നൈസ്ല. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിൽ വേർതിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അതിരില്ലാത്ത സന്തോഷം. ഒരുമാതിരി സൈമൺസിന്റെ വിക്കറ്റ് കിട്ടിയ ശ്രീശാന്തിനെ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ஸ்ரீசாந்த் வந்துட்டு இந்தியன் கிரிக்கெட்டரு, சைமன்ஸ் வந்துட்டு ஆஸ்திரேலியன் பேட்டர். ஸோ பவுலிங் போட்டு விக்கெட் எடுத்த மாதிரி ஒரு ஃபீல் இருக்கு. അവള് ഐ ലവ് യു എന്ന് പറഞ്ഞു. നറ്റ മോനെ, ഇതെങ്ങനെ? അവൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത്ര. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇംതിയാസും മാങ്ങാത്തുരിയൊക്കെ വെറുതെ ആയിരുന്നല്ലേ? ആ ചെക്കൻ വെറുതെ പുളു അടിച്ചായിരിക്കും. വൻ ചെലവുണ്ട് മോനെ, വൻ ചെലവ്. ഇന്ന് രാത്രി ഐഷാന്റെ മൂത്താപ്പനെ നമ്മൾ പൂട്ടാൻ പോവാ. അയാളുടെ ഫാക്ടറിയെ കുറിച്ചുള്ള അന്വേഷണം വരുന്നുണ്ടല്ലോ, അത് അട്ടിമറിക്കാൻ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിയുന്നതോടെ ഓൻ ആപ്പിലാവും. ഏതായാലും മരുമോളെ നീ എടുത്തോ, മൂത്താപ്പാന നമ്മളെടുത്തോളാം. இது ஹாப்பி எண்டிங் தானே? தெரியாதே. இவங்க என்ன பண்றாங்க? പൊന്നു മോനെ, കൺഗ്രാറ്റ്സ് ഉണ്ടടാ. എടാ ഇനിയിപ്പോ എവിടെയാ? കണിയൂരില്ല. മീറ്റിംഗ് ഇപ്പൊ തുടങ്ങും. എത്ര നേരം കാണും? ഒരു 1.5 മണിക്കൂർ കാണും. എന്തു പറ്റി? ஆயிஷா பார்க்க போறா. തട്ടത്തിൻ മറയത്തെ പെണ്ണെ മറ്റുള്ളവർക്ക് എവിടെ മുകളിലുണ്ടല്ലേ? ഐഷ മോളെ, വാതിലും ജനലൊക്കെ അടച്ചോ? ഉപ്പ വരാൻ കുറച്ച് വൈകും. ആ, നെഹ്റു ഉറങ്ങിയോ? എന്താ എന്താ വേഗം
இங்க எங்கேயோ அடிப்பட்டதா கொண்டு போய் வீட்டுல வச்சுட்டாங்கன்னு நினைக்கிறேன். இதுல എന്ത് അയാൾ സംസാരിക്കണ്ട്. என்னாச்சு? ஓ மாட்டிக்கிட்டானுங்க. അയാൾ എന്റെ ഫോൺ നോക്കി. ஐயோ கிளம்பிட்டாங்கப்பா. പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നിങ്ങൾ 4 പേര് മാത്രം മതി. പുറപ്പെടാം. இவன் அங்கே லேட்டாக மீட்டிங் சொல்லிட்டு இங்கே வந்துட்டான். நான் மாட்ட போகிறான்னு நினைக்கிறேன். ஐயோ தப்பா இது பண்ணிட்டாங்க. இவர் கண்டுபிடிச்சாரு. அவங்க அப்பா தானே அது? അപ്പൊ അങ്ങനെയാണ് നീ ഇവിടെ എത്തിയത്. നിനക്ക് അവളെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആരൊക്കെ വന്ന് കുറുക്ക് നിന്നാലും അവളെ കല്യാണം കഴിക്കാൻ നിനക്ക് ധൈര്യമുണ്ട്? ധൈര്യമുണ്ട്. കല്യാണം കഴിച്ച അവളെ പൊന്നുപോലെ നോക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? പറ്റും. അത് മതിയടേ. ഈ ജാതി മതമൊക്കെ ആളുകളെ ഭിന്നിപ്പിക്കാനുള്ളതല്ല, ഒന്നിപ്പിക്കാനുള്ളതാണ്. അത് മനസ്സിലാകാത്ത ചില കിഴങ്ങന്മാരാണ് കാലാകാലങ്ങളായിട്ട് ഈ പ്രേമത്തിനെതിരെ നിൽക്കണം. 2012 ഞങ്ങൾ അതിന് സമ്മതിക്കില്ല. നീ അവളെ കെട്ടും, അവള് നിന്നെ, നമ്മൾ കൂടെ ഉണ്ടാവും. നിലവറയ്ക്കകത്ത് സ്വർണവും നെഞ്ചിനകത്ത് സ്നേഹവും നിറഞ്ഞ ശ്രീ പത്മനാഭസ്വാമിയുടെ നാട്ടുകാരനാടെ ഞാൻ. വാക്ക് പറഞ്ഞ വാക്ക് തന്നെ. ആയിഷ റഹ്മാനെ ആയിഷ വിനോദാക്കി മാറ്റി. ജനമൈത്രി പോലീസ് തലശ്ശേരി സ്റ്റേഷന്റെ ഇനിയുള്ള നാളുകൾ അതിനു വേണ്ടിയാ. നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ കഴിച്ചോളൂ റൈറ്റ്. ബിരിയാണി നമ്മള് ദേശീയ ഭക്ഷണമാക്കി പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു സാറേ. മട്ടൻ ബിരിയാണി മതിയായിരുന്നു. അതിന്റെ അർത്ഥം അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നും. ഇതെന്താ ആശങ്ക ലേറ്റ് ആയത്? കോഴിക്കോട് ഓടിയെത്തണ്ടേ? റോഡ് മോശമായിരുന്നു. ഇതൊക്കെ ഇനി എന്നാ നന്നാക്കുക? 10 വർഷം കൊണ്ട് പ്രതീക്ഷിക്കാം. അകത്തേക്ക് ചെല്ലേ, വെല്ലുമ്മ കാത്തിരിക്കുക. ചെല്ലേ. ഫേസ്ബുക്കിൽ ഞാൻ റിക്വസ്റ്റ് അയച്ചിരുന്നു. കിട്ടിയിരുന്നോ? ആക്സെപ്റ്റ് ചെയ്തില്ലല്ലോ. വേണ്ടാന്ന് തോന്നുന്നു. ഓ, കഴുതയ്ക്ക് ചുരിദാറിട്ട പോലെ ഇരിക്കുക. വിചാരം. ആ വിനോദേ, ഇല്ല ഞാൻ വീട്ടിലാ. ഈടെ വെല്ലുമാന്റെ പിറന്നാളാഘോഷൊക്കെയാ. ഓ, ഞാൻ വീട് വിട്ടിറങ്ങി. എന്തു പറ്റിടാ? സ്റ്റേഷനിൽ കിടന്ന കച്ചനറിഞ്ഞു. 1ഉം 2ഉം പറഞ്ഞ് വഴക്കായി തർക്കമായി. അവസാനം ഞാനും ഇറങ്ങിപ്പോന്നു. നീ ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും. ഈടെ മൊത്തം ആളാ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. ഞാൻ വാശിപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഷഡ്ഡി പോലെ എടുത്തിട്ടില്ല. ഷഡ്ഡി ഞാൻ തരാടാ. ഞാനിപ്പോ ഷഡ്ഡി ഇടാറൊന്നുമില്ല. ഇനി ഫോൺ വെക്ക്. ഓക്കെ. അബ്ദു, ഞാൻ സ്റ്റേഷനിലേക്ക് പോന്നു. നീ വാ. കഴിഞ്ഞ തവണ കിടന്ന സെല്ല് തന്നെ പോരെ? മതി സർ. കൊതുക് ശല്യം അല്പം കൂടുതല. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല സർ. സുഭാഷേ, ഗുഡ് നൈറ്റ്. ശരി സാർ, ഗുഡ് നൈറ്റ്. അതല്ലടേ, ഒരു ഗുഡ് നൈറ്റ് വാങ്ങിച്ചു. പുറത്ത് ഭയങ്കര മഴയാ. കർക്കിടം കഴിയുന്നവരെ ഞാൻ ഇതിന്റെ ഇതെന്തരടേ സത്രവാ. ചെല്ല്. ഗുഡ് നൈറ്റ്. ഇത് നീ വെച്ചിരിക്കയാ വീട്ടില്? இந்த വിളക്ക് താമസിക്കാനുള്ള സ്ഥലമൊന്നും പ്രശ്നമല്ല. നമ്മുടെ ഷെരീഫിന്റെ മുറിയൊക്കെ ഒപ്പിച്ചെടുക്കുക. പക്ഷെ അവളെ കെട്ടണമെങ്കിൽ നീ ആദ്യം സ്വന്തം കാലിൽ നിൽക്കണ്ടേ? ഇപ്പോ ഉള്ള പഠനത്തിലും ഉപരിപഠനത്തിലും നിനക്ക് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് ബിസിനസ് തന്നെ കൊള്ളാം. പക്ഷെ ഏത് ബിസിനസ്സിലും ഒരു ക്യാപിറ്റൽ വേണ്ടേ? എന്റെ കയ്യിൽ ഒന്നുമില്ല സർ. നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് ബാങ്ക് ലോണിന്റെ കാര്യങ്ങളൊക്കെ ഗോവിയല്ലേ. പക്ഷെ ചെറിയൊരു സംഖ്യയെങ്കിലും കയ്യിലില്ലാതെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റൂല. സാർ ഷഡ്ഡി. അല്ല വിനോദിനടെ. നീ എവന്റെ ഷഡ്ഡിയാണ് ഇട്ടിരിക്കുന്നത്? പാതിരാത്രിക്കാണോടാ ഷഡ്ഡി? എങ്ങനെയാ നാളെ വരാം സാർ? നിക്കടേ, വരി. കാശിന് എന്ത് ചെയ്യും? ഡേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയടേ. എന്ത് ചെയ്യും സാർ? ഒരു ഐഡിയ ഉണ്ട്. പോലീസുകാർ വിചാരിച്ച പെട്ടെന്ന് നടക്കുന്ന കച്ചവടമുണ്ട്. ഹെൽമറ്റ് കച്ചവടം. ഉത്തര മലബാറില് ജനസംഖ്യയില് 2ാം സ്ഥാനത്താണ് തലശ്ശേരി. മുനിസിപ്പാലിറ്റിയും ചുറ്റുപഞ്ചായത്തും എല്ലാം കൂടി 2 ലക്ഷത്തോളം ആൾക്കാരുണ്ട്. ഇതിൽ 47% ആണുങ്ങളാ. അതിലേകദേശം 50% ചെറുപ്പക്കാരും. OV റോഡിലും AVK നായർ റോഡിലൊക്കെ സീറിപ്പാഞ്ഞു പോകുന്ന ബൈക്കുകളിൽ കാണാം ഹെൽമെറ്റ് ഇടാത്ത 1000കണക്കിന് തലകൾ. ആ തലയിലൊക്കെ ഹെൽമെറ്റ് ഇടിച്ച പോരെ സാർ. മതിയടേ, നിനക്ക് ഇത്രയ്ക്ക് വിവരം ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നേ. എനക്കും
സുഭാഷ് ഷാജു നാളെ തന്നെ നമ്മൾ ഇറങ്ങും. ഉടുപ്പിലങ്ങാട് ഫെസ്റ്റ്, കാർണിവൽ, സിനിമാ തിയേറ്റർ, കോളേജ്, സിവിൽ സപ്ലൈസ്, ചെറുപ്പക്കാരുടെ എല്ലാ സ്ഥലത്തും ഈ യവന്മാരെയൊക്കെ നമുക്ക് ഹെൽമെറ്റ് ഇടിച്ചേ പറ്റൂ. നീ റെഡിയല്ലേ? വാ. ஓகே அதாவது மேண்டட்ரியா வந்து ஹெல்மெட் வாங்கி ஆகணும் சொல்ல போறானுங்களா? ആ സാറേ നമ്മളെത്തി. തലശ്ശേരി സ്റ്റാൻഡിന്റെ പുറകിലുണ്ട്. ഓക്കെ സാർ. அவரு பாருங்க ஹெல்ப் பண்ணிட்டு இருக்காரு. அங்க லாக் பண்ண போறாங்க, இங்க வாங்க சொல்ல போறாங்க. அதான் பிளான். பக்கத்துல ஹெல்மெட் கடை, பிடிக்கிற இடத்துக்கு பக்கத்துல ஹெல்மெட் கடை. ஆனா யோசிச்சு பாரு, வண்டி பிடிக்கிற இடத்துல 1000 ரூபாய் ஃபைன் சொல்றாங்க, பக்கத்துல 500 ரூபாய் ஹெல்மெட் வைக்கிறாங்க. நீ என்ன பண்ணுவ? ஆட்டோமேட்டிக்கா புடிச்சா நாங்க அங்க போறோம் சரி சொல்லி போயிடுறானுங்க. அவன் 2 ஹெல்மெட் எடுத்து 3 மணி கொடுக்குறான்பா. ഈ തലശ്ശേരി സിറ്റി സെന്ററിൽ എൻ്റെ ഒരു സുഹൃത്ത് ജമാലിന്റെ കമേഴ്ഷ്യൽ സ്പേസ് ഉണ്ട്. കണ്ട, കമേഴ്ഷ്യൽ സ്പേസ് ഒന്നും പറഞ്ഞുകൂടാ, ചെറിയൊരു മുറി. മകൻ ഇന്റർനെറ്റ് കഫേ തുടങ്ങാൻ വേണ്ടി കൊടുത്തു. പക്ഷെ ചെല്ലുന്ന നിങ്ങളുടെ ഫയലുകളെ പങ്കജ ടാക്കീസിൽ ഏപ്പടം കാണുന്ന സകല ബിരുദന്മാരും ആ കഫേലും കയറി കുറ്റിയടിച്ച് അവസാനം എന്തിനു പറ്റി? അതങ്ങ് അടച്ച് പൂട്ടേണ്ടി വന്ന്. പക്ഷെ ഒരു ഗുണം ഉണ്ടായി, കുറെ കിളവന്മാര് ഇന്റർനെറ്റിൽ കയറി ഞാഞ്ഞു തുടങ്ങി. വാ, നിന്റെ സ്ഥാപനത്തിന് ഈ മുറി കറക്റ്റ് ആയിരിക്കും. അതിരിക്കട്ടെ, ഐശ്വര്യനെ പറ്റി സംസാരിക്കും. ഇല്ല, കോളേജ് അവധിയാ. വീട്ടിൽ വിളിക്കുന്ന റിസ്ക്കാ. മൊബൈലിൽ നല്ല ഈ മൊബൈൽ ഫോൺ ഒരു വൃത്തികെട്ട സാധനമാണ് കേട്ടാ. കേരളത്തിലുള്ള സകല ചെറുപ്പക്കാരുടെയും പ്രേമം പൊളിയുന്നത് ഈ മൊബൈൽ കാരണം. ഇതിൽ കൂടെ സൊള്ളൽ ആരംഭിച്ച അപ്പൊ പിള്ളേർ പറയും സബ്ജക്റ്റിലെ ചില ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനാണ്. മൊബൈൽ ഫോണിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്ന മക്കളെ കണ്ടാൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ഡൗട്ട് ക്ലിയർ ആവും. പിന്നെ SMS എന്ന് പറഞ്ഞു തൊലിഞ്ഞ ഏർപ്പാടുണ്ട് കേട്ടാ. ഉമ്മ ഇങ്ങോട്ട് എന്തോന്നടേ ഇത്? ഈ ടെക്നോളജി കൊണ്ട് കുറച്ച് പൈസകളെ ചെലവാകുന്നല്ലാതെ ഒരു കാര്യമില്ല. സ്ഥിരമായിട്ട് സംസാരിച്ചുകൊണ്ട് കണ്ടത് കൊണ്ട് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റൂല. ഐശ്വര്യ റായ് നമ്മൾ ഡെയിലി കാണുകയല്ലേ? എന്തെങ്കിലും അറിയാവിടല്ലേ അവളെ പറ്റി? നിനക്ക് ഐശ്വര്യ ആരെന്നറിയൂ? അവളുടെ ഇഷ്ടപ്പെട്ട നിറം ഏതെന്നറിയൂ? അവളുടെ ഉമ്മയുടെ പേരെങ്കിലും അറിയൂ? ഇല്ല. അതാണ് പറഞ്ഞത്, അവളെ നീ അറിയണം, അവളുടെ മനസ്സറിയണം. അതിന് നീ എഴുതണം നിന്റെ സ്വപ്നങ്ങളെ പറ്റി, അവളോടുള്ള സ്നേഹത്തെ പറ്റി. എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിന്റെ മനസ്സുണ്ടാവണം. അപ്പോ മറുപടി കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും. കുറെ നേരം ആയല്ലോ കളി. മനസ്സും തമ്മിൽ അടുക്കുമ്പോഴല്ലേ പ്രേമം ഉണ്ടാവണത്, അല്ലാതെ ഒരു തേങ്ങ ഉണ്ടാവില്ലേ? കത്ത് വീട്ടിൽ പിടിച്ചാലോ? അതാലോചിക്കണം. ഓ, എല്ലാ കാര്യത്തിനെ പറ്റിയിട്ട് പറയാം. ഈ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരവില്ല അല്ലേ? എല്ലാത്തിനും ഉത്തരവുണ്ട പിന്നെ ഞാൻ പോലീസ് പരിപാടി വല്ല രാഷ്ട്രീയ സേവനത്തിനും പൊക്കൂടെ? ഇതും ഒരു രാഷ്ട്രീയ സേവനമല്ലേ? എന്തോ ലെറ്റർ സേഫ് ആയിട്ട് എത്തിക്കാൻ ഒരു വഴിയുണ്ട്. ആയിഷയ്ക്ക് ട്യൂഷൻ എടുക്കുന്ന ഓളെ ബന്ധു എന്റെ പഴയ ചെങ്ങായിയാ. എന്നിട്ട് നീ പറയാനേ? എന്നോട് എന്തെങ്കിലും പറഞ്ഞ അപ്പൊ പണി വരൂലേ? എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിക്കാം. ശ്രമിച്ചു നോക്കാം, പക്ഷെ ഓനൊരു എച്ചിയാടാ. എന്താ അവന്റെ പേര്? பேர் சொல்ற விஷயம் போடுறாங்க. ഇമ്മാരി ചൊക്കിളി പരിപാടിയായിട്ട് എന്റെ അടുത്ത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അബ്ദുൽ ഖാദറിന്റെ അടി പേടിച്ചിട്ടാ? അബ്ദുൽ ഖാദറിന്റെ അടിയും വടിയൊന്നും എനിക്ക് പേടിയില്ല. എന്റെ ഉപ്പാന്റെ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങിയാണ് ഓനിപ്പോ വലിയ അണ്ടർപണ്ടറൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് പുല്ല്. ഇവൻ ഈ പറഞ്ഞ എല്ലാം റെക്കോർഡായിട്ടില്ലേ? എല്ലാം റെക്കോർഡായിട്ടുണ്ട്. ചെക്ക് ചെയ്യണോ? വേണ്ട. അളിയ നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ അളിയ? പറ്റിച്ചതാണല്ലേ. നീയൊക്കെ ഇത്രേ ഉള്ളൂ. മതിയടാ മതി. ഇനി എല്ലാം ട്രീറ്റിന് വിളിച്ചാലും വന്ന എന്റെ തെറ്റ്. ഒരു കാര്യം ഞാൻ പറയാം, വളരെ എത്തിക്കലായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. എടാ മോനെ ഹംസേ, മീത്തിലെ സ്കൂളിൽ പണ്ട് മൂത്രപ്പുരയ്ക്ക് വേണ്ടി സമരം ചെയ്തവരാ നമ്മളൊക്കെ. ആ പഴയ ബന്ധത്തിന്റെ പുറത്താ ഇന്നെ കാണാൻ നമ്മൾ വന്നത്. എനിക്ക് പറ്റൂലെങ്കിൽ വേണ്ട, നമ്മൾ വേറെ വഴി നോക്കിക്കോളാം. ചങ്ങായി അതല്ല, പുറത്തിറങ്ങിയ സംഗതി പ്രശ്നവും. ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉണ്ടാവും. അബ്ദുൽ ഖാദർ ഏതാ എന്നറിയാലോ? ഡോ മാപ്പിളെ, നമ്മുടെ പയ്യൻ അത്ര മോശമൊന്നുമല്ല. പുന്നപ്പടി ഗോപാലമാഷ മോനോൻ ക്യാതറിങ് വരട്ടെ. തീ പാറും. ആരോള്? നമ്മളെ ഗോപാലമാഷ മോളാ. നമ്മുടെ പാച്ച MA മലയാളം. ஓ, இவனோட கிரஷ். யாரோட கிரஷ்? എന്താ പേര്? இவனோட கிரஷ் வந்து நிவினோட அக்கா. அக்காவ தங்கச்சியும். ஓஹோ, மச்சானுக்கு ஹெல்ப் பண்றாரு இப்ப. அதனாலதான் அவங்க அப்பா பேசுறோடனே ஒரு പ്രേമസുരഭലമായ എന്റെ യൗവനത്തിലേക്ക്
ഞാൻ ചെരുപ്പെടുക്കട്ടെ? കണ്ണീ ചോരില്ലാണ്ട് ഇങ്ങനെ പ്രതികരിക്കരുത്. മാസങ്ങളായിട്ട് പുറകെ നടക്കുക ഞാൻ 4 കിലോ കുറഞ്ഞു, 2 ചെരുപ്പ് പൊട്ടി. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നീ എനിക്ക് എന്റെ സ്നേഹം താ. മിക്കവാറും എനിക്ക് കിട്ടും. സത്യം സത്യം. എനിക്കൊരാങ്ങളുണ്ട് വിനോദ്. ഓന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടും. അതെനിക്ക് വേണ്ട. ദയവ് ഇത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. നാട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ അത്തും മതി. നാട്ടുകാരെ പിടിച്ചിട്ടാണ്. നാട്ടുകാരെന്ത് വേണേലും പറഞ്ഞോട്ടെ സന്ധ്യ. അവരെന്തെങ്കിലും പറഞ്ഞാ പിന്നെ എന്റെ അന്തിയായിരിക്കും. എന്താ നിന്നുള്ളത്? ഇരിക്കുന്നേ. அங்க ஒரு இன்டர்கேஸ்ட், இங்க ஒரு இன்டர்கேஸ்ட். பெல்ட் வேற பாரு. அவன் ஏன் என்ன இவ்வளவு மரியாதை கொடுக்குறான்? ചിക്കനോ മട്ടനോ? ചിക്കൻ. கேட்க போனது ஹெல்ப். மச்சான் இல்ல ப்ரோ, அலியா இல்ல. அபிஷியல் இல்லையா அவரு? இவன் என்னப்பா இவனே இப்படி பாக்குறான்? സോപ്പ് എണ്ണമയം ഉണ്ടാവും. ഓ அவன் அக்கா தானே லவ் பண்றான். വേണ്ട. ഇനി എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. എന്ത് ഇവിടെ എല്ലാം ഓക്കെയാണ് സാറേ. എന്റെ ഇളയ മോന്റെ മുറിയിൽ വിനോദ് താമസം തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾ ഫോൺ വെക്കേ. ആ എന്താ എഴുതുക? ഒരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. എഴുതുന്ന ഓരോ അക്ഷരത്തിലും നിന്റെ മനസ്സുണ്ടാവണം. അപ്പോ മറുപടി കത്തിലെ ഓരോ അക്ഷരത്തിലും അവളുടെ മനസ്സുണ്ടാവും. எழுத போறான் நம்மாല്. ഡാ ഇനി അവളുടെ കൈ കൊടുത്തിട്ട് സ്റ്റെൻസിൽ എന്ന് പറ. സ്ട്രപ്സിൽസ്. സ്റ്റെൻസിൽ. ഓക്കെ ഓക്കെ, ഞാനിത് ഓൾറെഡി കൊടുത്തിട്ട് സ്റ്റെൻസിൽ എന്ന് പറയണം. അപ്പൊ ഇത് വാങ്ങിച്ചിട്ട് ഓൾ എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമോ? ഇങ്ങോട്ട് എന്ത് പറയാനാടാ? ഇനി ഇത് കൊടുത്താ മതി. ആ ഇത് കൊടുത്തിട്ട് എന്തോ പറയണെന്ന് പറഞ്ഞല്ലോ. പെൻസിൽ. വിൻസെന്റ്. മേറു ചായ. லைட்டிங் செமையா இருக்குல்ல? ഏറ്റവും പ്രിയപ്പെട്ട ആയിഷ, ഉള്ളു തുറക്കാൻ ആവശ്യമായ എഴുത്തും വായനയും പഠിപ്പിക്കാൻ ശ്രമിച്ച അധ്യാപകരെ ഇന്നു പറയാൻ ആഗ്രഹിക്കുന്ന 1000 കാര്യങ്ങൾ കൊണ്ട് മനസ്സ് നിറയുമ്പോൾ എന്ത് പറയണം, എന്തെഴുതണം എന്നെനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പ്, തട്ടമിട്ട് നിന്റെ മുഖമാണ് ഇന്ന് എന്നെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വഴിതെളിക്കുന്നത്. തലശ്ശേരി ടൗണിൽ ഞാനൊരു പർദാ ഷോപ്പ് തുടങ്ങാൻ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇതാദ്യമായിരിക്കും ഒരു പർദാ ഷോപ്പിന് ഉടമസ്ഥൻ ഒരു നായരാകുന്നത്. ഇതിഹാസപരമായ ഈ തീരുമാനത്തെക്കുറിച്ച് നിന്റെ അഭിപ്രായം അറിയാൻ കാത്തിരിക്കുന്നു സ്വന്തം വിനോദ്. சாடன் சீரியஸ் சொல்லிட்டாரோ? பரதா ஷாப் ஆரம்பிக்க. പൊടി പിള്ളേർ വരെ SMS ഇമെയിൽ അയച്ചെടുക്കുന്ന ഈ കാലത്ത് ഒരുത്തനിങ്ങനെ കത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കാണാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു ഗുഹാതുരിത്തം. അങ്ങനെയും പറയാം. അങ്ങനെ പറയൂ. ഓ ഇങ്ങനെ അവനെ എന്തൊരു ശുഷ്കാന്തി. இதனால இருக்கு. വന്നപ്പോ പോലും ഇവൻ ഇത്രയും ശുഷ്കാന്തി കണ്ടിട്ടില്ല. ഡാംസ വരുന്നു. കാലഘട്ടം മൊത്തത്തിൽ മാറി പോലുണ്ടല്ലോ അളിയാ. നായകന് വേണ്ടി പ്രണയലേഖനവുമായി ഹീറോ സൈക്കിളിൽ വരുന്ന കൂട്ടുകാരൻ, പഴയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ട്രാക്ടർ, തുരുമ്പെടുത്ത തപാൽപ്പെട്ടി, 15 വർഷം പഴക്കമുള്ള നിന്റെ ഷർട്ട്. മദർ നിർത്തറ. ഒയ്യോ കേറി. സോറി. നമ്മൾ തമ്മിൽ സോറിയൊക്കെ വേണം അളിയാ. ഇതാണോ? அவனுக்கு இன்னும் தெரியல. ஓ வரைஞ்சு கொடுத்துட்டாளா? அவளே வரைஞ்சு கொடுத்துட்டாளா? எதுக்கு? வந்தானே அதில் எழுதியிருந்தான் உன்னுடைய சட்டத்திற்கு பின்னாடி இருக்க அந்த அழகு எதை எழுதிருந்தாங்க, அதனால வரைஞ்சி கொடுத்துருக்காங்க அவங்க. ஓகே, தேங்க்யூ ஃபார் வாட்சிங் பார்ட் 2. நம்ம பார்ட் 3ல சந்திப்போம். பாய் பாய் பாய்.